അന്ധകനായ വൈറസിനെ തരണം ചെയ്ത് നിലനിന്ന ചില ജന്മങ്ങൾ, എല്ലാം മറന്നൊരു ജീവിതം പടുത്തുയർത്താനുള്ള ശ്രമത്തിനിടയിൽ പ്രകൃതി ഒരു കരടായി ഇട്ടുകൊടുത്ത കുടിവെള്ള ക്ഷാമത്തിൽ നിന്ന് മുക്തി നേടിയ ആ ഒരു ആശ്വാസ മൊമെന്റിലായിരുന്നു കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചത്. അതിന് കാരണഭൂതനായ ചാർലിയെ മുൻനിർത്തിക്കൊണ്ടുള്ളൊരു പാർട്ടി നടക്കുകയാണ് അവരുടെ കൊച്ചു ലോകത്തിൽ. അതിൽ നിന്നും വിട്ടുമാറി നിന്ന് വീക്ഷിക്കുന്ന ഇഷർവുഡും. ചാർലി അവിടെ തങ്ങുന്നതിൽ അയാൾക്കൊരു യാതൊരുവിധ താല്പര്യവുമില്ല. സ്വന്തം മകൻ അലക്സിനെ അയാളുടെ സംഘത്തിലെ ഒരു പെൺകുട്ടിയുമായി മുട്ടിച്ചു കൊടുക്കുന്നതെല്ലാം ഒരു വൈഷമ്യത്തോടെ അങ്ങനെ നിന്ന് നോക്കുവാണ് ഇഷർവുഡ്. മുൻപ് വെള്ളം പൊട്ടിപ്പുറപ്പെട്ടപ്പോഴും അലക്സിൽ ഒരു സ്പാർക്ക് ഉണ്ടാക്കാനായി ചാർലി ആ പെൺകുട്ടിക്ക് അടുക്കലേക്ക് തള്ളിവിട്ടിരുന്നു. അവനും പ്രായത്തിൻ്റെതായ ഒരു ആകർഷണങ്ങളെ വന്നുകൊണ്ടിരിക്കുകയാണ് താനും. അങ്ങനെ രാത്രി പാർട്ടി പിരിഞ്ഞതിനു ശേഷവും ഏകനായി ബാൽക്കണിയിൽ ശാന്തനായി നിൽപ്പുള്ള ഈഷ് തൊട്ടപ്പുറത്ത് നിന്നൊരു തട്ടും മൂളലും കേട്ട് ചെന്ന് നോക്കുമ്പോൾ അത് ഈവിയുടെ പുറത്തെ വാസസ്ഥലത്ത് നിന്നുമാണ്. വരുത്തലിലൊരുവൻ പുറത്ത് കാവൽ നിൽക്കുന്നതായി കാണുമ്പോൾ പിറകെ നിന്ന് ചാർലി ഈവിയുടെ മുറിയിൽ നിന്നും ഇറങ്ങി വരുന്നതോടെ എന്താടാ കാണിച്ചതെന്ന് ചോദിച്ച് താഴേക്കിറങ്ങി വന്ന് നോക്കുമ്പോൾ കാണാം ഈവി വളരെ ദുരവസ്ഥയിൽ അതിൽ പേടിച്ചു വിറച്ചിരിക്കുന്നു. ആ രണ്ട് നീചന്മാരും ഒരു കൂസലുമില്ലാണ്ട് അവരുടെ താമസ വണ്ടിയിലേക്ക് കയറി പോകുമ്പോൾ അവന്മാർ ആ അയ്യോപാവിയോട് കാണിച്ചിരിക്കുന്ന ക്രൂരത വീട്ടിലെ സഹവാസികളോടും ഭാര്യയോടുമായി പറയുകയാണ്. എല്ലാവരിലും ഷോക്കും വിഷമവും. ഒടുവിൽ ഇഷിന്റെ ഇത്തവണത്തെ വരുത്തലോടുള്ള നിഗമനം ശരിയായിരുന്നത് കണ്ട് എമ്മ ക്ഷമ ചോദിച്ച് ശ്രദ്ധിക്കാതെ പോയ സഹവാസികളും അത് ഏറ്റുപറഞ്ഞങ്ങനെ അവർ അടിയന്തര ചർച്ച നടത്തുകയാണ്. ഇനി എന്ത്? അവനെ വേദനിപ്പിച്ചു വിട്ടാൽ എന്തായാലും തിരികെ വരും, പകരം വീട്ടാൻ. പറഞ്ഞു തിരുത്താനും കഴിയുന്ന ഇനമല്ല. ഒരേ ഒരു പോംവഴി, കൊല്ലണം. എമ്മ ഇത് പറയുന്നെങ്കിലും അതിനോട് പലർക്കും യോജിപ്പില്ല. ജോർജിയും മോളിയും ജീനും എസ്രയും ഒക്കെ ഇതിനെ എതിർക്കുന്നെങ്കിലും അവർ റിയലൈസ് ചെയ്യുകയാണ് മകളെപ്പോലെ കണ്ട ഒരു പെൺകുട്ടിയോട് അവൻ കാണിച്ചിരിക്കുന്ന അക്രമം. എല്ലാവരെയും അപേക്ഷിച്ച് ഈവയുടെ ഇത്തിരി അനുകമ്പ കൂടുതലുള്ള മൊറീൻ അങ്ങനെ തന്നെ ചെയ്യുക എന്ന തീരുമാനത്തിലാണ്. ഒടുവിൽ ജോർജിയും പറഞ്ഞ് സമ്മതിപ്പിച്ച് എല്ലാവരും ഒരുങ്ങുന്നു ശിക്ഷ നടപ്പാക്കാൻ. കാരണം അവിടെ ഒരു തടവറ രൂപീകരിക്കാൻ ശ്രമിച്ചാലും ഭാവിയിൽ എല്ലാവരും അതിൽ കിടക്കേണ്ട അവസ്ഥ വരും. അതുകൊണ്ടത് പ്രായോഗികമല്ല എന്നുള്ള കൺക്ലൂഷനിൽ ആ തീരുമാനമെടുത്ത ആ രാത്രി തന്നെ ഒരു ചുറ്റിയിലുമായി ഇഷർവുഡ് ചാർലിയെ വണ്ടിയിൽ നിന്നും പുറത്തേക്ക് ഇറക്കുവാണ്. ചുറ്റിയില കണ്ടപാടെ അവരും ഒരു കത്തിയൊക്കെ എടുത്ത് കയ്യിൽ പിടിച്ചു വെച്ച് ഇരുവരും ചൂടൻ വാക്കുകൾ തർക്കിക്കുന്നു. അക്രമത്തിന് തുനിയും മുമ്പ് നീ ഇപ്പോൾ ഇവിടുന്ന് പോകണമെന്ന കേഷ് പറയുന്നെങ്കിലും ചാർലി ആകെ മാറിയിരിക്കുന്നു. ഇവിടെ ഇനി ബലശാലികൾ ദുർബലരെ ചവിട്ടി ജീവിക്കുമെന്നും പോകുന്നെങ്കിൽ നിന്റെ പെണ്ണിനെയും കൊണ്ടേ പോവുള്ളൂ എന്നൊക്കെ ചൊറിയുന്ന വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ എമ്മയും കൂട്ടരും ആയുധങ്ങളുമായി അവിടേക്ക് എത്തുകയാണ്. തീരുമാനിച്ചു തന്നെയാണോ എന്നുള്ള ചാർലിയുടെ വർത്തമാനം കേൾക്കുന്നതും ഈഷ് ആ ചുറ്റിയിൽ വെച്ച് അവൻ്റെ മുഖത്തടിച്ചു വീഴ്ത്തി അടിച്ചടിച്ച് തല തകർത്തിരിക്കുന്നു. അറപ്പ് കൊണ്ടും ദേഷ്യം കൊണ്ടും ആ ഒരു മാനസികാവസ്ഥ കൊണ്ടും വിറങ്ങലിക്കുന്ന ഈഷിനെ കൂട്ടർ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നു. ഈഷിനൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല ഇപ്പോൾ നടന്ന ആ പ്രവൃത്തി. തൻ്റെ പാവങ്ങൾ ഇനി ആരോട് ഏറ്റു പറയുമെന്നങ്ങനെ വിങ്ങുന്നെങ്കിലും എമ്മ തിരുത്തുകയാണ്. ഇതിപ്പോൾ ചെയ്തില്ലെങ്കിൽ ഇനിയും പല പാവങ്ങളും നേരിടേണ്ടി വരുന്ന ക്രൂരതകളെക്കുറിച്ച്, നിലവിൽ നേരിട്ടിരിക്കുന്ന പീഡനങ്ങളെക്കുറിച്ച്. അവൻ നമുക്ക് വേണ്ടി കൊണ്ടുവന്ന വെള്ളം കൊണ്ട് അവൻ്റെ തന്നെ ചോരക്കറ കഴുകിക്കളയുകയാണെന്നുള്ള വെറുപ്പിലും ദേഷ്യത്തിലും നിൽപ്പുള്ള ഈഷിനെ സമാധാനപ്പെടുത്തി ആ രാത്രി കഴിഞ്ഞങ്ങനെ മറ്റൊരു സൂര്യോദയം. ചാർലിയുടെ ശരീരം കടലിലൊഴുക്കി അവൻ്റെ കൂട്ടരെ കൈകാര്യം ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് കുടുംബം. ചാർലിയുടെ വൈഫ് പെറി കഴിഞ്ഞ രാത്രി അവൻ്റെ ഈവിയോടുള്ള ചെയ്തിയും പിറകെയുണ്ടായ സംസാരമൊക്കെ കണ്ട് അയാളുടെ വഴക്കിട്ട് വീട്ടിനുള്ളിലായിരുന്നു കിടന്നുറങ്ങിയത്. അവരെണീറ്റ് ചാർലിക്കടുത്തേക്ക് പോകട്ടെ എന്ന് പറയുന്ന നേരം ജീനും കുടുംബവും വന്ന് അവൻ പോയെന്ന് പറയുവാണ്. തമ്മിൽ വഴക്കിടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ടെന്നും അത് വലിയ കാര്യമല്ലെന്നും പറഞ്ഞ് പോകാൻ നേരം പെറിയെ കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ദിവസം എന്താ നടന്നതെന്ന് അവരും കണ്ടതല്ലേ എന്ന് ചോദിച്ച് അവർ ചെയ്ത കാര്യം പറയാതെ പറയുന്നതും പെറി ആകെ കൺഫ്യൂസ്ഡ് ആവുകയാണ്. ഞാൻ ഇനി എന്ത് ചെയ്യണം, ഇവിടുന്ന് പോകണോ എന്നൊക്കെ പരിഭ്രാന്തിയും സങ്കടവും പ്രകടിപ്പിക്കുന്നെങ്കിലും അവൾക്കിവിടെ തുടരുന്നതിൽ യാതൊരു പ്രശ്നവുമില്ലെന്ന് അറിയിക്കുന്നു. സത്യത്തിൽ പെറിയും വേറെ വഴിയില്ലാതെ കൂടിയതാണ് ചാർലിക്കൊപ്പം, അവനെ വെറുത്തിട്ടാണെങ്കിൽ കൂടെ. അങ്ങനെ പുറത്തെ ബാക്കിയുള്ള സംഘവും എണീറ്റ് വെള്ളമെടുക്കാനൊക്കെ വരുന്ന നേരം ചാർലിയെ കണ്ടോന്ന് തിരക്കി വരുന്ന അവൻ്റെ കൂട്ടാളി സിലാസ്, മുമ്പ് ഈവിയുടെ മുറിയിൽ പുറത്ത് കാവലായി നിന്നവൻ. അവനോട് എമ്മ ചാർലി വേറെ ഒരിടത്തേക്ക് എത്തിപ്പെട്ടെന്ന് പറയുകയാണ്. ഇനി തിരിച്ചു വരാൻ പോണില്ലെന്ന് പറയുന്ന പാടെ സിലാസ് കത്തിയെടുക്കാൻ മുതിരുന്നതും എമ്മ പിറകിന്ന് തോക്കെടുക്കുന്നു. പിറകെ ഇഷും സംഘത്തിൻ്റെയും സാന്നിധ്യം കൂടി അവിടെ ആവുന്നതോടെ സംഘത്തിലെ മറ്റുള്ളവരും എന്താണ് സംഭവം സംശയത്തോടെ നിൽക്കുമ്പോൾ ഇഷർവുഡ് അവരോടൊരു അന്ത്യശാസനം നൽകുന്നു. സിലാസിനൊപ്പം ഇവിടെ നിന്ന് പോവുക, അല്ലെങ്കിൽ ഇവിടെ താമസിക്കുക. അതായത് സിലാസിൻ്റെ കാര്യത്തിൽ ഒരു വിധി എന്നർത്ഥം. എന്നാൽ ഈ സാഹചര്യത്തിൽ ബാക്കിയുള്ള ഓരോരുത്തരും മനസ്സ് തുറക്കുന്നു. ഈ വിജന ലോകത്തിൽ വേറെ വഴിയില്ലാതെ ചാർലിക്കൊപ്പം കൂടിയതും അവൻ്റെ വേണ്ടായികളെല്ലാം സഹിച്ചതേക്കുറിച്ചും. അങ്ങനെ കൂട്ടുനിന്ന് സിലാസിനെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു, അവിടെ കിടന്നൊരു വണ്ടിയിൽ തിരിച്ചു വരാൻ പാടില്ലെന്നൊരു കട്ടായത്തോടെ. എന്നാൽ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവൻ തിരിച്ചു വരികയാണ്. ഒറ്റയ്ക്ക് എന്തായാലും ജീവിക്കാൻ പറ്റില്ലെന്നും തിരിച്ചെടുക്കണമെന്നൊക്കെ കരഞ്ഞു പറഞ്ഞുകൊണ്ട്. ഇഷ അവൻ്റെ സംസാരത്തിൽ സഹതാപത്തിൻ്റെ ബൗണ്ടറി ലൈൻ അടുത്തുവരെ എത്തുന്നെങ്കിലും കടിച്ചമർത്തി അവൻ്റെ കാര്യത്തിൽ ഒരു മാറ്റവും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല, അകത്തേക്ക് കടത്തുന്നുമില്ല. നടന്ന സംഭവങ്ങൾ ഓഫ്കോഴ്സ് കുട്ടികൾ അറിഞ്ഞിട്ടില്ല. ചാർലിയെ തിരക്കുന്ന അലക്സിനോട് അവൻ ഈവിൽ നിന്നും അവൾ കാത്തു സൂക്ഷിച്ചിരുന്ന ഒന്ന് കവർന്നെടുത്തെന്നും അതിനവന് കിട്ടേണ്ടത് കിട്ടിയെന്നും കാര്യങ്ങൾ വ്യക്തമാക്കാതെ പറയുന്നെങ്കിലും അവൻ അച്ഛനോടുള്ള അകൽച്ച കൂടി വരുന്നതേയുള്ളൂ.
അങ്ങനെ 3 വർഷം കൂടി കഴിഞ്ഞിരിക്കുന്നു. ഹെദറും റൈഫും അവരുടേതായ ഒരു ജീവിതം കെട്ടിപ്പടുത്തിരിക്കാമെന്ന ശുഭാപ്തി വിശ്വാസത്തിൽ ജീവിക്കുന്ന ആ കൊച്ചു സമൂഹത്തിലേക്ക് പുസ്തകങ്ങളുടെ മഹത്വം മനസ്സിലാക്കി തരുന്ന മറ്റൊരു കാര്യം കൂടി നടക്കുന്നു. അതിലൂടെ ചെറുക്കൻ ജോയ് ഒരു പുതിയ മൂല്യമുള്ള വാഹനം നിർമ്മിച്ചിരിക്കുന്നു, ഒരു സോളാർ ഇലക്ട്രിക് സൈക്കിൾ. രണ്ടാമതൊരു ഓപ്ഷൻ ഇല്ലാതെ ഇന്ധന ലഭ്യത മാത്രം ആശ്രയിക്കുമ്പോൾ ദീർഘദൂരം യാത്ര ചെയ്യാൻ കഴിയുന്ന സോളാർ സൈക്കിൾ ഒരു പ്രചോദനം തന്നെയാണ്. പൂർത്തിയായിട്ടില്ലെങ്കിലും ആകുമ്പോൾ ആദ്യ യാത്ര ഹെദറും റൈഫും കെട്ടിയുയർത്തിയിട്ട് ലോകത്തേക്കാകണമെന്ന് ജോയ് ഇതിന്റെ ഇൻട്രൊഡ്യൂസിംഗ് ഫംഗ്ഷനിൽ വെച്ച് പങ്കുവെച്ചു കഴിഞ്ഞ് ഒരു വിഭവസമൃദ്ധ സദ്യ തന്നെ അന്നത്തെ സ്പെഷ്യലായി തയ്യാറാക്കി ആഘോഷിച്ച് അങ്ങനെ ഉറങ്ങാൻ നേരം ജോയ്ക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന ഇഷിൻ അവനിൽ എന്തോ അസ്വസ്ഥത കണ്ട് രാത്രി കാപ്പിയിട്ട് കൊടുക്കുന്നു. ചെറുതായി പനിക്കുന്നുണ്ടെന്ന് അടുക്കളയിലെത്തുന്ന എമ്മയോട് പറഞ്ഞങ്ങനെ ജോയ്ക്ക് നൽകി ഇരുവരും ഉറങ്ങും നേരം വിയർത്ത് കുളിച്ച് വന്നു നിന്ന് ജോയ് വിളിക്കുവാണ്. ഉടൻ തന്നെ അവൻ അവശനായി വീഴുന്നു. ഇഷും എമ്മയും ചാടി എണീറ്റ് അവന്റെ ചൂടും നോക്കി കട്ടിലിൽ കിടത്തിയിട്ട് നേരെ മോളിക്കെടുത്ത് ചെല്ലുമ്പോഴാട്ടെ അവിടെ ചാർലിയുടെ സംഘത്തിലെ ഒരുവനെ അതേ അവസ്ഥയിൽ വന്നതിനെ തുടർന്ന് ശുശ്രൂഷ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആ വൈറസാണ് അന്ന് ആണ്ടുകൾക്ക് മുൻപ് മനുഷ്യരാശിയെ നശിപ്പിച്ച ആ മഹാമാരി. ഇഷ് അത് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ലെങ്കിലും മോളിക്കുറപ്പാണ് അന്ന് പലരിലും ഉണ്ടായ ലക്ഷണങ്ങളും ഇതൊക്കെ തന്നെയായിരുന്നു. എന്നാൽ ഉൾക്കാട്ടിലായിരുന്ന ഇഷിന് അത് അറിയില്ലല്ലോ. ആൻറ്റിവൈറൽസ് ഒന്നും ലഭ്യമല്ല. മാക്സിമം കോണ്ടാക്റ്റ് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക മാത്രം. വ്യാപനം രൂക്ഷമാകുകയാണ്. മറ്റു ചിലർക്കും രോഗലക്ഷണങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ എമ്മ മൊറീനയും മറ്റും ഇക്കാര്യം അറിയിച്ച് സഹായത്തിന് വരാൻ അഭ്യർത്ഥിക്കുകയാണ്. ആ രാത്രി മൊത്തം ഇഷർവുഡ് ഉറക്കമുളച്ച് തൻ്റെ അവശനായ മകനോടൊപ്പം തന്നെ ചെലവഴിക്കുമ്പോഴാകട്ടെ അയാളുടെ മനസ്സിൽ വന്നത് ഒരാളെക്കുറിച്ചാണ്, ചാർലി. ഇതെല്ലാം ചെയ്ത പാപത്തിന്റെ പ്രതിഫലമാണോന്നങ്ങനെ അലട്ടിൽ ജോയിയുടെ അടുത്തിരുന്ന് ആലോചിച്ചങ്ങനെ അടുത്ത ദിനം രാവിലെ ഒരാശ്വാസം. ഹെദർ തിരിച്ചെത്തിയിരിക്കുന്നു. എന്നാൽ ആ സന്തോഷത്തിന് പിന്നിൽ ഒരു വേദനയും. റൈഫിനെ നഷ്ടപ്പെട്ടു. യാത്രക്കിറങ്ങിത്തിരിക്കാൻ പാടില്ലായിരുന്നെന്ന് കരയുന്ന ഹെദറിനെ സമാധാനപ്പെടുത്തി ഇഷർവുഡ് ജീവിതത്തിലേക്ക് വീണ്ടും ഇരുണ്ട നിമിഷങ്ങൾ വരുന്നതെ തുടർന്ന് ആകെ ആകുലതയിലായിരിക്കുകയാണ്. പോരാത്തതിന് അലക്സിന്റെ പെരുമാറ്റവും. ജോയിയെ നോക്കി ആ രാത്രി മൊത്തം ഇരുന്നപ്പോൾ ആ സ്ഥാനത്ത് താനായിരുന്നെങ്കിലോ ഒന്ന് സ്വയം അച്ഛനെ ജഡ്ജ് ചെയ്ത് അനിഷ്ടം പ്രകടിപ്പിക്കുമ്പോൾ അത് മറ്റൊരു വിഷമം. ഇഷിനെ സംബന്ധിച്ചിടത്തോളം ഈ നടക്കുന്നതൊക്കെയും താൻ ഒരു ജീവൻ എടുത്തതിൻ്റെ പ്രതിഫലമാണ്. അങ്ങനെ അന്ന് യാത്ര നീന്നുപോയ ആ പാലം കടന്നു പോകാൻ തീരുമാനിക്കുകയാണ്. ബ്രിഡ്ജ് ബാരിക്കേഡുകൾ മറികടന്ന് വിശാലമായി കിടക്കുന്ന സാധ്യതയിലേക്ക് ഇഷ് യാത്ര തിരിക്കുന്നു. താൻ ചാർലിയെ കൊന്നതിൽ വിധി പകരം ഒരു ജീവൻ ആവശ്യപ്പെടുകയാണെന്നാണ് അയാളുടെ മനസ്സിൽ. മകനെ സുഖപ്പെടുത്താൻ കഴിയുന്ന ചില ആൻറ്റിബയോട്ടിക്കുകളോ അങ്ങനെ എന്തെങ്കിലും കണ്ടെത്തണമെന്ന ഉദ്ദേശത്തോടെ ഇഷ് നേരെ അവിടെയുള്ള ഒരു വലിയ ആശുപത്രിയിലേക്ക് വെച്ച് പിടിക്കുന്നു. അവിടെ നിന്നും ഒരു കൂട്ടം ഉപകരണങ്ങളും മരുന്നുകളും മറ്റും ശേഖരിച്ച ശേഷം ഇഷ് അവിടെ കാണുന്ന ഒരു ചാപ്പലിന് സമീപം എത്തി അവിടെ കയറി പ്രാർത്ഥിക്കാൻ തീരുമാനിക്കുന്നു. അതിജീവിച്ച ശേഷം ബൈബിളെല്ലാം വെറുതെയാണെന്ന് പറഞ്ഞ ആളാണ്. മകന് പകരം തൻ്റെ ജീവനെടുക്കാൻ പറഞ്ഞ ശേഷം മെഴുകുതിരി കത്തിച്ച് കർത്താവിനോട് അപേക്ഷിക്കുന്നു. അങ്ങനെ അയാൾ തിരികെ സപ്ലൈസുമായി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നു.